അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. അല്ലാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷിച്ചുകൊണ്ടും പരലോകത്തെ പേടിച്ചുകൊണ്ടും രാത്രിയെ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവരും നിസ്കരിക്കാത്തവരും ഒരുപോലെയാണോ? ചോദിക്കാൻ. ഫർള് നിസ്കാരത്തെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞു. ഫർള് നിസ്കാരം എല്ലാ മുസ്ലിമും ചെയ്യേണ്ട കാര്യമാണ്. അതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ തഹജ്ജുദില്ലെങ്കിൽ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന കാവൽ അള്ളാഹു എടുത്തു കളയും. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആളുകൾ കാണും. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും. അവരെ കൊണ്ടാണ് ചുറ്റുവട്ടത്തുമുള്ള ആളുകൾക്ക്, അവർ ജീവിക്കുന്ന സമൂഹത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റഹിമല്ലാഹു റഅൻ, ഒരു പുരുഷൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രാർത്ഥന ഉണ്ട് ഒരു ഭർത്താവിന്. ആരാണ് ആ ഭർത്താവ്? ഖാമ യുസല്ലി, സുബഹിക്ക് മുമ്പ് അയാൾ എഴുന്നേറ്റു. 10 മിനിറ്റ് മുമ്പ്, അരമണിക്കൂർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ്, 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റു. ഫഅയ്ഖള സൗജതഹു, സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീയും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക്. ഫഇൻ അബത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവർക്ക് പ്രയാസമായി വന്നപ്പോൾ ഒരൽപ്പം വെള്ളം കയ്യിലെടുത്ത് അവളുടെ കണ്ണിലേക്ക് തെളിച്ചു കൊടുത്തു. ഉറക്കച്ചടവ് നീങ്ങി ഒന്ന് എഴുന്നേൽക്കാൻ, ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ. അങ്ങനെ സ്വന്തം ഭാര്യയെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭർത്താവിന് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഭാര്യയിൽ, അയാളുടെ കച്ചവടത്തിൽ, അയാളുടെ ഇടപാടുകളിൽ, അയാളുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ അള്ളാന്റെ റഹ്മത്ത് നീ കൊടുക്കണേ റബ്ബേ എന്ന് ആര് ദുആ ചെയ്തു? ഖൈറുൽ ബശർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെവർക്ക് നബി തങ്ങളുടെ ദുആയുണ്ട്. വറഹിമല്ലാഹു റഅതൻ, ഒരു പെണ്ണിനും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. ഖാമത് മിനൽ ലൈലി തുസല്ലി, അവളും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫഅയ്ഖദത് സൗജഹാ, ഭർത്താവിനെ വിളിച്ചു എഴുന്നേൽക്കിനെന്ന്. ഉറക്കച്ചടവ് കൊണ്ട്, ക്ഷീണം കൊണ്ട്, ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കുന്ന ഭർത്താവിന് എഴുന്നേൽക്കാൻ പ്രയാസം വന്നപ്പോ ഒരൽപ്പം വെള്ളമെടുത്ത് കണ്ണിലേക്ക് മെല്ലെ തെളിച്ചു കൊടുത്തു. ഉറക്കച്ചടവ് പോകാൻ അയാൾ എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ എഴുന്നേൽപ്പിച്ച ഭാര്യക്കും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് റമളാൻ കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എപ്പോഴാ കഴിയുക? ഇബാദത്തിന്റെ വസന്തങ്ങളായ സമയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ചര്യകൾ നമ്മുടെ ആദത്തുകളാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എപ്പോഴാ കഴിയുക? അല്ലാഹു നമുക്ക് ഇബാദത്തിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉലമാ പറയാ, വഅദ് പറയുന്ന ആളുകൾ, പ്രഭാഷണം ചെയ്യുന്നവര്, ജനങ്ങളോട് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ അവർ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചേക്കണം. ഖിയാമുൽ ലൈൽ അവർക്ക് വേണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? ദഅവത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. പ്രബോധനം ചെയ്യുക, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് ചീത്തവിളികൾ കേൾക്കേണ്ടി വരും, ഒരുപാട് തെറിപ്രസംഗം കേൾക്കേണ്ടി വരും. അൽഹംദുലില്ലാഹ്. അതൊക്കെ സഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഖിയാമുൽ ലൈൽ വേണം, ഖുർആൻ നല്ലോണം ഓതും വേണം, രാത്രി തഹജ്ജുദ് സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കും വേണം. അപ്പോഴേ ദഅവത്തിന്റെ ഭാരം നബിയെ ലഘൂകരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്തേക്കണം. ഇത് ഭാരമുള്ള ഏർപ്പാടാണ്. നബിയെ, നിങ്ങൾക്ക് സഹായമായി ഖിയാമുൽ ലൈൽ വേണം, അള്ളാഹുവിന്റെ ഖുർആനും വേണം, എല്ലാവർക്കും വേണം. പ്രബോധകന്മാർക്ക്, ദാഇകൾക്ക് പ്രത്യേകിച്ചും വേണമെന്നാണ്. ഭാരമാണ് സംഗതി. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള മാർഗം ഇതാണ്. ജീവിതഭാരം, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കുടുക്കുകൾ കഴിയണമെങ്കിൽ രാത്രി നിസ്കരിക്കണം എന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കണം, ഒരൽപ്പം ഖുർആൻ ഓതും ചെയ്യാം മനോഹരമായിട്ട്. അങ്ങനെ വന്നാൽ ഭാരങ്ങൾ താങ്ങാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിഹാരം അല്ലാഹു പറഞ്ഞുതരാം, നമുക്ക് വേണ്ട. നമ്മൾ പിന്നെ അപ്പോഴും കൗൺസിലിങ്ങിന് പോകും ഡോക്ടറെ അടുത്തേക്ക്. അല്ലാഹു പറഞ്ഞു, ഇതാണ് ഇതിന്റെ കൗൺസിലിംഗ്, ഖുർആൻ തരാണ്, ഇതാണ് ഇതിന്റെ പരിഹാരം. സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒഴിവാവാനുള്ള പരിഹാരം രാത്രി എഴുന്നേറ്റ് എന്ത് ചെയ്യുക? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക. എന്തുകൊണ്ട്? ഭാരമാണ് നബിയെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യണം. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു
സുബഹി വരെ നിസ്കരിക്കും. സുബഹിയാവാൻ നേരത്തെ അദ്ദേഹം കിടന്നിട്ട് കാല് ചുമരിലേക്ക് ഇങ്ങനെ ചവിട്ടി വെക്കുന്നതാണ്. കാല് ചുമരിൽ ചവിട്ടി വെക്കും. എന്തിനെന്നറിയോ? അതുവരെ നിൽക്കുകയായിരുന്നു. രക്തോട്ടം, കാലിലേക്ക് രക്തം വരാൻ വേണ്ടി കാല് തരിച്ചു പോയിട്ട് സുബഹിയാകുമ്പോ കാല് ചുമരിലേക്ക് പൊക്കി വെച്ച് കിടക്കും മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. അങ്ങേയറ്റം പ്രായാധിക്യത്തിലും ഇബാദത്തിൽ അവർ മോശം നിന്നില്ല, ബാക്കിൽ നിന്നില്ല. മുഅ്മിനീങ്ങളെ, കൈകാലുകൾക്ക് വേദന വരുമ്പോ നമ്മളിതൊക്കെ ആലോചിക്കും. അതുവരെ നമ്മളിതൊന്നും ആലോചിക്കാണ്ട് പിന്നെയാവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 പെൺകുട്ടികൾ വീടിന്റെ റൂഫിലേക്ക് കയറാറുള്ളത് രാത്രിയായിരുന്നു. ചെറിയ കുട്ടികൾ കളിക്കാനോ എത്തി നോക്കാനോ അല്ലെങ്കിൽ ഒന്നൊരു പുറം ലോകം കാണാനോ. കാരണം പകലന്തിയോളം അന്യപുരുഷന്മാർ ഇടപഴകുന്ന ഒരു ജനത്തിരക്കുള്ള ഒരു അങ്ങാടിയിൽ താമസിച്ചിരുന്ന 2 പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ. ഒരു ദിവസം കയറി ചെന്നപ്പോ നല്ല മനോഹരമായ രാത്രിയാണ്. സ്വാഭാവികമായും അയൽപക്കൊക്കെ കാണാൻ പറ്റുമല്ലോ. അവര് നേരെ ഇറങ്ങി വന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നമ്മുടെ അയൽവാസിയുടെ വീടിന്റെ മുകളിൽ വെച്ചിരുന്ന ആ ഒരു മരത്തടി ഇപ്പൊ കാണുന്നില്ലല്ലോ, അതാരെ കൊണ്ടുപോയതുമ്മ? തൊട്ടടുത്ത വീടിന്റെ റൂഫ് ടോപ്പിൽ ഒരു മരത്തടി, വണ്ണമുള്ളൊരു മരം ഇങ്ങനെ നാട്ടിവെച്ച എങ്ങനെ ഉണ്ടായിരിക്കും? അത് കാണുന്നില്ലല്ലോ ഉമ്മ. എന്നും കാണാറുണ്ടല്ലോ ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കാണാറുണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ. ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളാ പറയുന്നത് മഹാനായ മൻസൂർ ഇബ്നുൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. അത് മരത്തടിയായിരുന്നില്ല മോളെ. മക്കളെ, ആ ഉപ്പ നമ്മുടെ അയൽവാസിയായ മഹാനായ അല്ലാമൽ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെയാണ് മരണപ്പെട്ടത്. മക്കളെ, ആ ഉപ്പ രാത്രി നേരം നിലാവെളിച്ചത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു മരത്തടി നിൽക്കുന്ന പോലെ അനങ്ങാതെ മണിക്കൂറുകളോളം നിൽക്കുന്ന നൃത്തം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയല്ലേ അത് മരമാണ് എന്ന്? അല്ലല്ലല്ല, അത് നമ്മുടെ തൊട്ടരികത്ത് താമസിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ അല്ലാമൽ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെ മരിച്ചുപോയി മക്കളെ. അതുകൊണ്ടാണ് അവരെ കാണാത്തത്. എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന നിസ്കാരത്തിൽ? എന്തുകൊണ്ടങ്ങനെ നിൽക്കുന്നു? നമ്മളൊരു പോലീസുകാരൻ പിടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്രിമിനൽ കോർട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. പ്രഗത്ഭനായ ഒരു വലിയൊരു നേതാവിന്റെ മുമ്പിലേക്ക്, ഒരു ഓഫീസറുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. നമ്മളവിടെ ചൊറിഞ്ഞു മാന്തിയൊക്കെ നിൽക്കുവോ? അവരുടെ മുമ്പിൽ നിൽക്കുവോ? ചൊറിച്ചിൽ വന്നാൽ തന്നെ പിടിച്ചു നിൽക്കൂലേ? അങ്ങനെ ഒരു തോന്നൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തോന്നുന്നില്ലല്ലോ. അതാണ് അത്ഭുതം, അതാണ് അപകടം. എന്തുകൊണ്ട് വരുന്നില്ല? അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ ഖൽബിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് എവിടെയോ നിൽക്കുന്ന പോലെ, എന്തൊക്കെയോ ആലോചിക്കുന്ന പോലെ, ആരോടോ എന്തോ വിളിച്ചു പറയുന്ന പോലെ. ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ ഖൽബിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അത് വരുത്തലാണ് നമ്മുടെ നഫ്സിനെ തർബിയത്ത് ചെയ്യാനുള്ള മാർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒന്നുകൂടെ ചൊല്ലില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.